ஒரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் പോർക്കളമേ. ഹായ്, ഇന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് സീനത്ത് ടീച്ചറെയാണ്. സീനത്ത് ടീച്ചർ എല്ലാവർക്കും അറിയാം. നമ്മുടെ വ്ളോഗിലൊരു ഗസ്റ്റായിട്ടാണ് ഇന്ന് ടീച്ചറെ ഞാൻ അവതരിപ്പിക്കുന്നത്. എന്തായാലും ടീച്ചറെ വിളിക്കാം. ടീച്ചറെ വീട്ടിലാണുള്ളത്. ടീച്ചറേ, ടീച്ചറേ, ജാബിർഷയാണ്. ഞാൻ വിളിച്ചിരുന്നു, പിന്നെ മേപ്പാടിയിൽ നിന്ന്. വരും ടീച്ചർ. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖം. കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. പിന്നെ ടീച്ചർ കുറച്ച് മുന്നോട്ട് വെക്കാം. സുഖമാണ് ടീച്ചറെ. ഏകദേശം ഒരു 10-15 വർഷത്തോളമായി നമ്മളൊരു അല്ലേ നേരിട്ട് മീറ്റ് ചെയ്തിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇതാണ് സീനത്ത് ടീച്ചർ. നല്ല അടിപൊളി സിംഗറാണ്, ഒരുപാട് പേർക്ക് അറിയുന്നതാണ് ടീച്ചറെ. അപ്പോൾ എൻ്റെ ഒരു വ്ളോഗ് വോയിസ് ഓഫ് ജാബിർഷയിൽ ഇന്ന് ഗസ്റ്റായിട്ട് ഞാൻ നിങ്ങളെ അവതരിപ്പിക്കാൻ കുറച്ച് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് പാട്ട് പാടി തരണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ടീച്ചറെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. രാവിൽ ഞാനെന്നും മനം നൊന്ത് കേഴുന്ന റബ്ബേ, ഇരുളെൻ്റെ ചുറ്റും നിറയുന്ന. രാവിൽ ഞാനെന്നും മനം നൊന്ത് കേഴുന്ന റബ്ബേ, ഇരുളെൻ്റെ ചുറ്റും നിറയുന്ന. രാവേറെ ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണ്, ജന്നത്തീരുലോകമേകു എൻ സുബ്ഹാനേ. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകപ്പൊന്മണി തൂവിരിപ്പിൽ. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചെമ്പകപ്പൊന്മണി തൂവിരിപ്പിൽ. മധുവിധുരാവിനാൽ ചുണ്ടുകളിൽ പ്രേമ മകരന്ദമഞ്ജരിയേന്തി. മധുവിധുരാവിനാൽ ചുണ്ടുകളിൽ പ്രേമ മകരന്ദമഞ്ജരിയേന്തി. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ.
सजा, भीगा भीगा है समा, ऐसे में है तू कहा, मेरा दिल ये पुकारे आजा, मेरे गम के सहारे आजा, भीगा भीगा है समा, ऐसे में है तू कहा, मेरा दिल ये पुकारे आजा. ടീച്ചറെ, പാട്ടിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത്രയും മനോഹരമാണ്. എന്താണ് വിശേഷങ്ങളൊക്കെ? ഓ, അങ്ങനെ പോകുന്നു. ഇപ്പോൾ എവിടെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ കോഴിക്കോട് CHSS കുളത്തറ, അതായത് കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് എന്ന സ്ഥാപനത്തിലെ സംഗീത അധ്യാപികയായിട്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? സ്റ്റുഡൻസ് ഉണ്ട്. റിയാലിറ്റി ഷോസിലൊക്കെ ഇപ്പോൾ പോകാറുണ്ടോ? ഇല്ല, ജോലി കിട്ടിയതിന് ശേഷം പിന്നെ ആ റിയാലിറ്റി ഷോയിലൊന്നും അങ്ങനെ പോയിട്ടില്ല. വല്ലപ്പോഴും പ്രോഗ്രാം മലനാട് ചാനലിൽ ഐശ്വര്യൻ്റെ ജഡ്ജസ് ആയിട്ട് ജാബിറിൻ്റെ ഒക്കെ പാട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. സൂപ്പറായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു നിങ്ങളൊക്കെ വാട്സാപ്പിൽ വോയിസ് അയച്ചപ്പോൾ തന്നെ വേഗം ഐഡന്റിഫൈ ചെയ്തല്ലോ ടീച്ചർ. അതിൽ തന്നെ വലിയ സന്തോഷമായി. കാരണം ഒരുപാട് വർഷം മുന്നെയാണ് ഞാൻ നമ്പർ സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശിവിയാണ് എനിക്ക് പറഞ്ഞത് ടീച്ചറെ കാര്യം അങ്ങനെ ഓർപ്പിച്ചത്. നമ്മുടെ സുഹൃത്താണ്. നമുക്ക് ആ നല്ല നിമിഷങ്ങളൊക്കെ എപ്പോഴും നമ്മളെ ഓർമ്മയിൽ മറക്കാൻ പറ്റില്ല ഒരിക്കലും. ചാനലിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അന്ന് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് മലനാട് ചാനലിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി. പിന്നെ സന്തോഷം. അതെ, സത്യം. എന്തായാലും ഒരുപാട് തിരക്കിനിടയിലും എൻ്റെ ഈ ഒരു വീഡിയോക്ക് നിന്നതിൽ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്കൊരു പ്രോഗ്രാമൊക്കെ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യണം. പ്രോഗ്രാമിനൊക്കെ ഞാൻ വിളിക്കാം, ടീച്ചർ വരണം എന്തായാലും. വിളിച്ചാൽ വരൂലേ? ഒരുപാട് തിരക്കിനിടയിലും ഈ ഒരു എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതിൽ അതിലേറെ നന്ദിയുണ്ട്. കുടുംബം പറയാം? ഇല്ല, കുടുംബം പ്രത്യേകിച്ച് ഉമ്മ, പിന്നെ ഞങ്ങൾ 5 മക്കളാണ്. ഇത് ബ്രദറാണ്, വേറൊരാളും കൂടെ ഉണ്ട്, പിന്നെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. എന്തായാലും ടീച്ചറെ ഇങ്ങനെ ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ ഞാൻ അത്രയും സന്തോഷവാനാണ്. കാരണം എൻ്റെ ഒരു ഗുരുനാഥയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ടീച്ചറെ വീഡിയോ ഒക്കെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ ടീച്ചർ പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്, പ്രോഗ്രാം ഉണ്ടെങ്കിൽ അറിയിക്കണം. എന്തായാലും ഞങ്ങളൊന്ന് പ്രോഗ്രാം ചെയ്യുന്നതാണ്. എന്തായാലും ഇതുപോലെയുള്ള നല്ല കലാകാരനും കലാകാരിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.